ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFിനോടുമൊപ്പം ഏറെ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന ഒരു മുന്നണിയാണ് BJPയും. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിലും സംസ്ഥാനത്ത് കൃത്യമായ ഒരു വേരുറപ്പിക്കാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതൊക്കെ മാറ്റിമറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. കാരണം ശബരിമല വിഷയവും വിശ്വാസികളോടൊപ്പം എന്നുള്ള പ്രചരണവും BJP കൊഴുപ്പിച്ചു. അവർ മത്സര രംഗത്ത് അതുതന്നെ പ്രചരണ ആയുധമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ ദേശീയ നേതൃത്വം കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിൽ നിർത്തിയത്. 3 മുന്നണികളും അതിശക്തമായി തന്നെ ഇത്തവണ പ്രചരണ രംഗത്ത് ഉണ്ടാവുകയും ചെയ്തു. പല വിധത്തിൽ ഗതികൾ ഇവിടെ മാറി മറിയാം. ഇതുവരെ വേരുറപ്പിക്കാത്ത BJPക്ക് ഇത്തവണ താമര വിരിയിക്കാൻ കഴിയും എന്ന അവകാശവാദം ആദ്യമേ അമിത്ഷാ ഉന്നയിച്ചിരുന്നു. 5 മണ്ഡലങ്ങളിൽ താമര വിരിയും എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ മാത്രമല്ല BJP വൃത്തങ്ങളൊക്കെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരുടെ A+ മണ്ഡലങ്ങളായ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ ഒക്കെ അവർ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. ആറ്റിങ്ങൽ, അങ്ങനെ നിരവധി മണ്ഡലങ്ങൾ അവർ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. BJPയെ വളരാൻ സഹായിച്ച LDF, പ്രചാരണ രംഗത്ത് ആദ്യമേ മുന്നോട്ട് പോയ LDF അവരും വളരെ പ്രതീക്ഷ വച്ചു പുലർത്തുന്നുണ്ട്. സർവേ ഫലങ്ങളൊക്കെ വന്നപ്പോൾ UDFിന് അനുകൂലമായ സർവേ ഫലങ്ങൾ വരുമ്പോഴും അവിടെയും BJP അക്കൗണ്ട് തുറക്കും, താമര വിരിയിക്കും എന്നൊക്കെയുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നു. ശബരിമല വിഷയം, വികസനവും മതേതരത്വവും ഒക്കെ ഇവിടെ വലിയ വെല്ലുവിളി ഉയർത്തി പ്രചരണ രംഗത്ത് ശക്തമായി. ശബരിമല വിഷയം തന്നെയാണ് എല്ലാ മുന്നണികളും പയറ്റിയത്. ശബരിമലയിൽ ആദ്യം പന്തളത്ത് നിന്ന് ആരംഭിച്ച നാമജപ യജ്ഞമായിരുന്നു ശബരിമല വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ അതൊക്കെ മാറ്റി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ശബരിമല വിഷയം ആക്കരുത് എന്നുള്ളത്. എന്നാൽ അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ആദ്യം NDAയുടെ തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെ ശബരിമല ഊതിക്കത്തിച്ചു. അതിൽ നിന്ന് തുടങ്ങി ശബരിമല 3 മുന്നണികളും ഏറ്റുപിടിച്ചു. വിഷയം ശബരിമലയിൽ തന്നെ കത്തി, ശബരിമലയിൽ തന്നെ അവസാനിക്കുന്നു. ഇന്ന് ജനം പോളിംഗ് ബൂത്തിലേക്ക്, ഇന്ന് രാജാവ് ജനമാണ്. പല അടിയൊഴുക്കുകളും സംഭവിക്കാം. മുന്നണികൾക്ക് നിരവധി ഗതിമാറ്റങ്ങൾ അവിടെ സംഭവിക്കാം. എന്തായാലും രാവിലെ നേതാക്കന്മാരെല്ലാം ബൂത്തിലെത്തി പോളിംഗ് ആരംഭിച്ചു. ആദ്യം എറണാകുളത്ത് ഹൈബി ഈഡനെത്തി വോട്ട് ചെയ്തു. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ നിരവധി പ്രമുഖർ അവരുടെ മണ്ഡലങ്ങളിലല്ല അവർക്ക് വോട്ടെങ്കിലും അവരുടേതായ മണ്ഡലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തും. ഇനി ഇവിടെ BJP വേരുറയ്ക്കുമ്പോൾ, BJPക്ക് വേരുറയ്ക്കാൻ സാധ്യത ഉണ്ടാകുമ്പോൾ അത് UDFിനെ LDFിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കും. ആ പ്രതിസന്ധി അവർ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFിന് മുൻതൂക്കമുണ്ടായിരുന്നു, അതുപോലെ തന്നെ LDFിന് മുൻതൂക്കമുണ്ടായിരുന്നു. 2 മുന്നണികളും മാത്രമായിരുന്നു ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് BJP രംഗത്തിറങ്ങിയത്. ഇത്തവണ മുഖ്യ എതിരാളി BJP തന്നെയാണ് LDFിനും UDFിനും. അത്രത്തോളം BJP വളർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന വിഷയവും.